പാസ്റ്റർ റജി സാം ഈ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെ പാസ്റ്റർ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞങ്ങൾ വന്നിട്ട് കർത്താവിനെ സമർപ്പിച്ചതുപോലെ എബി കെസിയ, കുഞ്ഞ് ജെറോം, എൻ്റെ വൈഫ് സൂസൻ, ഞങ്ങൾ ഒരുമിച്ചാണ് കടന്നു വന്നത്. വന്ന ആഴ്ചയിൽ തന്നെ നിങ്ങളോടൊപ്പം ഫസ്റ്റ് സൺഡേ ആയിരിക്കാൻ കർത്താവ് തന്ന വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ഒന്നും പോകുന്നില്ല. ഇന്ത്യ കർത്താവിനെ സമർപ്പിച്ചതുപോലെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കഴിഞ്ഞ 24-25 വർഷമായിട്ട് ശുശ്രൂഷയിലായിരിക്കുന്നു. ഇടയ്ക്കൊരു വേളയിൽ ചില ഭവനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ കോട്ടയത്തൊരു ചെറിയൊരു ഫ്ലാറ്റ് മേടിച്ചോട് താമസിക്കുന്നു. ദൈവനിച്ച് അടുത്ത ഈ ദിവസങ്ങളിൽ സഭ അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ദൈവനിച്ച് അടുത്ത വർഷം സഭയിലേക്ക് കയറാനായിട്ട് വീണ്ടും ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വലിയ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. കാര്യം ഞാൻ കേരളത്തിലൊക്കെ പ്രസംഗിക്കുമ്പോൾ, ഞാൻ പലപ്പോഴും നോർത്തിലൊക്കെ ചെല്ലുമ്പോൾ എനിക്കറിയാൻ പറ്റും, കേരളത്തിൽ ഇന്ന് നരച്ച തലകൾ മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, എന്തുവാ പ്രസംഗിക്കേണ്ടത്, പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും എനിക്ക് വലിയ സന്തോഷമാണ്. കുറച്ച് യൂത്ത്സിനെ യൗവനക്കാരെ ഇവിടെ കാണാൻ കിട്ടി. സോ എവരിബഡി ലിസൺ വെരി കെയർഫുള്ളി. നിങ്ങൾക്കുള്ള മെസ്സേജായിരുന്നു ഞാൻ ഹാൻഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനൊരു കൺവെൻഷൻ പ്രസംഗനൊക്കെ ആയിരുന്നുകൊണ്ട് ഭയങ്കര സ്പീഡിലൊക്കെ പോകുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഈ കുഞ്ഞുങ്ങൾ മുഖാന്തരം ഞാൻ സ്ലോയിലോട്ട് വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ടീച്ചിങ് മേഖല കാര്യം ഇവർക്കൊന്നും മനസ്സിലാകത്തില്ല, ഞങ്ങളുടെ മലയാളവും മനസ്സിലാകത്തില്ല, ഞങ്ങൾ പറയുന്നതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഒരു സ്ലോയിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ വചനം റിസീവ് ചെയ്ത് പ്രൈസ് ദി ലോർഡ് അതിലേക്ക് പോകാനായിട്ടാവുക. അതിനർത്ഥം അനുസരിച്ച് ഞാൻ ഒത്തിരി യുവജനങ്ങളുടെ ഇടയിൽ അവരൊക്കെ പോകുന്ന സമയത്ത് അവരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 18 ഇവിടെ UK വന്നതാണ്, ഒത്തിരി യൂസുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് അവരെല്ലാം ഈ ഞായറാഴ്ച സൺഡേ വന്ന് ഒരാരാധനയൊക്കെ കഴിഞ്ഞ് ഒരു വാക്യമൊക്കെ പറഞ്ഞ് അങ്ങ് പോവുക. നമ്മുടെ പെന്തക്കോസ്ത് സഭയിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ എങ്ങനെ ഇതിനകത്തൊന്ന് ഡെലിവറി ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ടുഡേ മൈ മെസ്സേജ് ഈസ് ഹൗ ടു ആക്ട് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്. ദൈവത്തിൻ്റെ വചനം എങ്ങനെ ആക്ട് ചെയ്യാമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം നിങ്ങൾ മലയാളത്തിൽ വായിച്ചു, ഇംഗ്ലീഷ് വായിച്ചു, കുഴപ്പമില്ല. ഒരു വാക്യം ഒന്ന് വായിച്ച് ബുക്ക് ഓഫ് ഹീബ്രു ചാപ്റ്റർ 4:2, എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കേട്ടവരാകുന്നു എങ്കിലും listen here very fully. The word which they heard did not profit them. അവർ കേട്ട വചനം അവർക്ക് എന്തായില്ല, ഉപകാരമായി വന്നില്ല. ഇതിന്ന് പെന്തക്കോസ്ത് കാലത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നും പ്രസംഗം കേൾക്കുന്നുണ്ട്, ഞായറാഴ്ച കേൾക്കുന്നു, കൺവെൻഷൻ കേൾക്കുന്നു, പക്ഷേ അത് ഉപകാരമായി വരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മൈ മെസ്സേജ് ഈസ് ഹൗ ദ വേർഡ് ഓഫ് ഗോഡ് വിൽ ബി പ്രോഫിറ്റബിൾ ഇൻ അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൽ ഈ വേർഡ് ഓഫ് ഗോഡ് എങ്ങനെ പ്രോഫിറ്റബിൾ ആക്കാമെന്നുള്ളതാണ്. അത് പ്രോഫിറ്റബിൾ ആയാൽ നമ്മൾ സക്സസ് ആയി മാറി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കേട്ടേച്ച് മാത്രം പോയിട്ട് പ്രതിസന്ധി വീഴുന്നവരായിട്ടല്ല. You listen the word of God and act on it. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ നമ്മൾ എന്ത് ചെയ്യണം, കേൾക്കുന്നതിൻ്റെ മേലൊരു ആക്ഷൻ നടത്തണം. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം വായിച്ചു, ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 6 വേഴ്സ് 47. അവിടെ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് കർത്താവോട് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. എല്ലാം അവിടെ എഴുതിയിരിക്കുകയാണ്, ഹിയർ മൈ വേർഡ്സ് ആൻഡ് ആക്ട് ഓൺ ദം. ദൈവത്തിൻ്റെ വചനം കേട്ടിട്ട് വെറുതെ ഇരിക്കുകയല്ല, അതിൻ്റെ മേലൊരു ആക്ഷൻ എടുക്കണം, ഒരു ആക്ട് ചെയ്യണമെന്ന്, ഒന്ന് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഈ ആക്ഷൻ എന്ന് പറഞ്ഞാൽ, ആക്ടിവേറ്റ് എന്ന് പറഞ്ഞാൽ എന്നറിയാമോ, ദൈവത്തിൻ്റെ വചനത്തിന് എന്തൊക്കെ പ്രവൃത്തി ഉണ്ടെന്നറിയാമോ? ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ദൈവത്തിൻ്റെ വചനം ചൈതന്യമുള്ളതാണ്, ദൈവത്തിൻ്റെ വചനം ഷാർപ്പറാണ്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്ന വേർഡ് ഓഫ് ഗോഡ് ഈസ് ലൈവ് ആൻഡ് ആക്റ്റീവ് ആൻഡ് ഷാർപ്പർ. പ്രൈസ് ദി ലോർഡ്. ഡു യു നോ ഈ ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹൗ ടു ആക്ടിവേറ്റ്. ഈ ആക്ടിവേറ്റ് എന്നുള്ള വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റിമെമ്പർ ആക്ടിവേറ്റ് എവിടെ കേട്ടിട്ടുണ്ട്?
പ്രൈസറോ ആക്ടിവേറ്റ് ചെയ്തോന്ന് ചോദിക്കും. എവിടെ? പെട്ടെന്ന് മനസ്സിലായി. പ്രൈസറോ ഹല്ലേലൂയ. അമേൻ. യു ആക്റ്റീവ് എന്നറിയാമോ? നമ്മൾ ഒരിടത്ത് ചെന്നേച്ച് അമേൻ ഒരു സിമ്മ് മേടിക്കും. ഞാനിവിടെ വന്നിട്ട് ഒരെണ്ണം അമേൻ മേടിച്ചു. സിമ്മ് മേടിച്ചേച്ച് എൻ്റെ ദൈവമേ അമേൻ AB പാസ്റ്റർ എന്തുമാണ്ടം കിടന്നിട്ടാ അതൊന്ന് ശരിയാക്കി എന്നറിയാമോ? അത് ശരിയാക്കി വന്നപ്പോഴത്തേക്ക് ഞാനൊരു ഉറക്കം കഴിഞ്ഞു. പ്രൈസറോ. എന്താ കാര്യം? സിമ്മ് കാശ് കൊടുത്തു മേടിച്ചു. നമ്മുടെ ഇവിടെ ആണെങ്കിൽ സിമ്മിന് അമേൻ ID കാർഡ് കൊടുക്കണം, അമേൻ എല്ലാം കൊടുക്കണം. ഇടയ്ക്ക് മലയാളം പോകുന്നുണ്ട്, പിള്ളേർക്ക് അറിയാമല്ലോ അല്ലേ? പ്രൈസറോ. അല്ലെങ്കിൽ ഇതെല്ലാം കൊടുത്തിട്ട് സിം കൊണ്ടൊന്ന് വീട്ടിലിട്ട് നല്ല ഒന്നാം തരം ഒരു ഐഫോണിനകത്തോട്ട് ഇട്ടിരിക്കുക. ഇട്ട് കഴിഞ്ഞേച്ച് ഹലോ വെച്ചാൽ അവൻ കേൾക്കത്തില്ലെന്നേ. കേൾക്കത്തില്ല. അവനോട് ചോദിച്ചു, എടാ ഞാൻ നിനക്ക് പൈസ തന്നതാ. നിനക്ക് ഞാൻ ID കാർഡ് തന്നില്ലേ? തന്നതാ. സിമ്മിന് ഞാൻ മേടിച്ചോണ്ട് വന്നതാ. നല്ല ഫോണിനകത്ത് ഇട്ടതാ. പിന്നെ കേൾക്കുന്നില്ലല്ലോ. എന്നെ കമ്പനിക്കാർ വിധിച്ചിരിക്കുമ്പോൾ സോറി, നീ ആക്ടിവേറ്റ് ചെയ്തോ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. നീ ആക്ടിവേറ്റ് ചെയ്യണം. എന്താ ആക്ടിവേറ്റ് എന്നറിയാമോ? ഓണാക്കും കുറെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് ചോദിക്കും. അതിൻ്റെ റൈറ്റ് ആൻസർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇതങ്ങ് ആക്ടിവേറ്റ് ആകും. അങ്ങനെങ്കിൽ ഡു യു നോ ഹൗ ടു ആക്ടിവേറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്? ദൈവത്തിൻ്റെ വചനം നീ ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് നിനക്ക് റിസൾട്ട് ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ പറയാം. വചനം ഞാൻ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ കൈ അടിച്ചതുകൊണ്ട് അത് ആക്ടിവേറ്റ് ആകത്തില്ല. നിങ്ങൾ ആമേൻ പറഞ്ഞതുകൊണ്ട് ആക്ടിവേറ്റ് ആകത്തില്ല. ഇത് ആക്ടിവേറ്റ് ആണെങ്കിൽ അവിടെ പഠിച്ചിരിക്കുന്നു, കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. എന്താ കാര്യം? they do not mix with faith. Praise the Lord. ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഈ വചനം ആക്ട് ചെയ്യാൻ കഴിയുന്ന എത്ര പേര് ഇവിടെ ഇരിപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് പറയുമ്പോഴാണ് സ്തോത്രം പറയുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വിശ്വാസവും ഈ വചനവുമായിട്ട് അങ്ങോട്ട് മിങ്ക് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ ജീവിതത്തിൽ അത് റിസൾട്ടായി വെളിപ്പെടുമെന്ന് ആമേൻ പറയല്ലോ. വിശ്വസിച്ചുകൊണ്ട് അത് ഏറ്റു പറയാൻ തുടങ്ങുമ്പോൾ അതങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ആക്ടിവേറ്റ് ആകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലും അതാണ് കർത്താവും ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്ന വാക്യമാണ്. അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വായിച്ചാട്ടൊന്ന്. എല്ലാം പറയുന്നത് സമയമില്ല, ഓടിച്ചു പോകാം. വായിച്ചാട്ട്. ആകിയാൽ you hear the word of God and act on it. അവനെങ്ങനെന്നറിയാമോ? ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് മാറും. അപ്പോൾ എങ്ങനാ ഈ വേർഡ് ഓഫ് ഗോഡ് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനാ? പ്രൈസ് ദി ലോർഡ്. കേട്ട വചനം hear the word of God. എന്ത് ചെയ്യണം? അത് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം അങ്ങോട്ട് പ്രവർത്തിക്കാൻ തുടങ്ങണം. സത്യത്തിൽ ഈ വചനം വേദപുസ്തകത്തിലിരിക്കുന്ന വചനം നിനക്ക് സമീപമായി. നിന്റെ വചനം ആദ്യം എവിടെ വരുന്നത്? ഹലോ, നോബഡി ഈസ് ഹിയർ. പ്രൈസ് ദി ലോർഡ്. വചനം ആദ്യം എവിടെ വരുന്നേ? പ്രൈസ് ദി ലോർഡ്. വായിലും നിന്റെ ഹൃദയത്തിലും. അങ്ങനെ അവിടെ ഇരിക്കുന്നത് അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഹൃദയത്തിലേക്ക് വരുമ്പോൾ അറിയാം. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരിക്കുന്ന റോമർ 10:8 വായിച്ചേ. 10:8. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളോടുകൂടെ ശ്രദ്ധിക്കാനാണ് ഞാൻ ഇത്രയും പറയുന്നത്. വല്ല വേറെ മെസ്സേജൊക്കെ എടുക്കാറുണ്ട് എനിക്ക്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ വെളുപ്പിച്ച് വെച്ച ഒരു കാര്യമില്ല. ആദ്യം ഒന്ന് തുടങ്ങുക. വചനം നിനക്ക് സമീപമായി. ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. ആരെങ്കിലും വായിക്കണം മക്കളെ? ഫസ്റ്റ് ടൈം ഇറ്റ് വിൽ കം ഇൻ യുവർ മൗത്ത്. പ്രൈസ് ദി ലോർഡ്. എന്നാ കാര്യം? നിങ്ങൾ എപ്പോഴാണ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത് പിള്ളേരെ? പ്രൈസ് ദി ലോർഡ്. എപ്പോഴാ മോനെ പറയടാ, the Lord is my shepherd. കൊച്ചിന് വല്ലതും മനസ്സിലാവോ? പിന്നെ പറപ്പിക്കും, മോനെ പറയടാ, Lord is my shepherd. പിന്നെ മനസ്സിലാകത്തില്ല. 5-6 പ്രാവശ്യം കുഞ്ഞ് പറയുമ്പോൾ ഈ സാധനം എവിടോട്ട് എന്ന് ഇറങ്ങുമെന്നറിയാമോ? ഹാർട്ടിലോട്ട് എന്നിറങ്ങും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനോട് ചോദിക്കാം, മോനെ ഒന്ന് പറഞ്ഞേ, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്. അതിവിടെ നിന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെ പറയിപ്പിക്കുന്നത്. പക്ഷേ ഒരു കാര്യം, ഇത് ഹാർട്ടിലിറങ്ങി ഇരുന്നാൽ പോരാ, അത് പിന്നെന്ത് ചെയ്യണം? ആമേൻ. പ്രായമാകുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞ് മനസ്സിലായോ? ആമേൻ. ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ് എന്ന് പറഞ്ഞ് നടന്നാൽ ഒക്കത്തില്ല. പ്രതിസന്ധിയിൽ വരുമ്പോൾ നിന്റെ അകത്ത് കിടക്കുന്ന ഹാർട്ടിൽ നിന്ന് സഡൻലി ഇറ്റ് വിൽ കം ഇൻ യുവർ മൗത്ത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
അപ്പോൾ ഇതെന്താ റൊട്ടേറ്റ് ചെയ്യുക. അവൻ നിന്റെ വായിക്കകത്ത് വന്നു, ഹാർട്ടിൽ വന്നു. ഹാർട്ടിൽ എന്തിനാ ഇത് ഇറക്കി വെച്ചേക്കുന്നത്? സൺഡേ സ്കൂളിനൊരു 25 രൂപയുടെ ഒരു ട്രോഫി കിട്ടാനല്ല കുഞ്ഞെ ഇത് നിന്നെ ഇറക്കി വെച്ചേപ്പിക്കുന്നത്. 119 സങ്കീർത്തനം കാണാതെ പഠിക്കും. എന്തിനു വേണ്ടിയാ? 25 രൂപയുടെ ഒരു ട്രോഫി കിട്ടാൻ, അതിനല്ല. പിന്നെ എന്തിനാണെന്നറിയാമോ? പ്രതിസന്ധി വരുമ്പോൾ അതിൻ്റെ മേൽ ജയമെടുക്കാൻ കഴിയുന്നതൊന്നു മാത്രമാണ്, ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നിങ്ങൾക്കറിയാമോ, ഇന്ന് ഈവിൾ സ്പിരിറ്റിൻ്റെ ഭയങ്കര, ഈ യുക്കലൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ, കൊല്ലത്ത് തുടങ്ങി. ഈവിൾ സ്പിരിറ്റിൻ്റെ ഭയങ്കര വേർഷിപ്പേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നിടത്ത് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഈവിൾ സ്പിരിറ്റിനെ സേവിക്കുന്നതാ. മാത്രമല്ല ഈവിൾ സ്പിരിറ്റിൻ്റെ അറ്റാക്ക് നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ തന്നെ കൊച്ചിനെ ഫീർ ചെയ്യാൻ തുടങ്ങി. എന്താ കാര്യം? നമ്മുടെ ബുദ്ധിയെ കെടുത്തി, നമ്മുടെ ആരോഗ്യത്തെ കെടുത്തി, ഓഫീസിൽ ഇരുന്ന് നമ്മൾ തകർന്നു പോകാൻ അവൻ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പേടിച്ചിരുന്ന് കർത്താവേ 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 എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുക. പക്ഷെ ഒരു കാര്യം ജയമെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ നീ ആരാണെന്ന് നീ അറിയണം. ഹല്ലേലൂയ. നീ ആരാണെന്ന് പറയണം. അവിടെ വേടക്കോട് എന്ത് ചെയ്യുന്നത്? ദൈവത്തിൻ്റെ വചനം ഓരോന്ന് കണ്ടെത്തണം. ഈ ഇത് ആക്ട് ആക്കണമെങ്കിൽ വേദപുസ്തകത്തിലൊരു വാക്യം എഴുതിയിട്ടുണ്ട്. എനിക്ക് യിരെമ്യാവ്, ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 15 വേഴ്സ് 16 ആണെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വാക്യം ഒന്നെടുത്താട്ട്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ജെറമ്യ ചാപ്റ്റർ 15 വേഴ്സ് 16. I found the word and ate it. ഞാൻ നിന്റെ വചനങ്ങളെ you search it. മോനെ, സൺഡേ സ്കൂളിന് ഇവിടെ ഇരുന്നൊരു വാക്യം പറയാൻ മാത്രമല്ല, ഇത് നീ സെർച്ച് ചെയ്യണം. യൗവനക്കാർ കുഞ്ഞുങ്ങളോട് പറയാ, ഇന്ന് പ്രതിസന്ധി അവന്തിക്കോസിനകത്ത് ശത്രു തകർത്തുകൊണ്ടിരിക്കുകയാ. evil destroying every young peoples. യൗവനക്കാരെ തകർക്കുകയാ. their memory they are destroying, their health they are destroying. ഇതിനെ അറ്റാക്ക് ചെയ്യാൻ ദൈവം തന്നിരിക്കുന്നതാ ഈ വചനമെന്ന് പറയുന്നത്. അത് എത്ര പേര് ഇന്ന് സ്വത്രം പറഞ്ഞ് ഏറ്റെടുക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡു യു വാട്ട് ഐ ആം സേയിങ്? ആമേൻ. നിങ്ങൾക്കറിയാമോ, ഈ വചനത്തിൽ മാത്രമേ ജയമെടുക്കാത്തുള്ളൂ. അല്ലാതിരുന്ന് കരഞ്ഞാൽ ഒക്കത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒക്കെ നല്ല, സ്വത്രം പറയാൻ നല്ലതാ. പക്ഷെ വചനം എടുക്കുകയാ. ഈ ഈവിൾ സ്പിരിറ്റ് ഇതൊക്കെ ഞാനും നിങ്ങൾക്കറിയാമോ, ഒരു 10 ആദ്യകാലത്ത് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ കൺവെൻഷൻ്റെ പ്രസംഗം, ക്രൂസലിൻ്റെ പ്രസംഗം, ഭൂതങ്ങൾ ശാസിച്ചു പോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ നടക്കുന്നു. ഞാൻ അനേക രാജ്യങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നു. പക്ഷെ ഇത്രയും ചെയ്തുകൊണ്ടിരുന്നിട്ടും എൻ്റെ വീട്ടിൽ വിടുതലില്ല. രോഗം മാറുന്നില്ല, കടഭാരം മാറുന്നില്ല, പ്രശ്നം മാറുന്നില്ല. അപ്പോൾ ആൾക്കാർ ചോദിച്ചേടാ, ഇവൻ ഭൂതത്തെ ഇറക്കുന്നു, ഇത് രോഗികളെ സൗഖ്യമാകുന്നു, എഴുന്നേറ്റ് നടക്കാത്തൊരു സൗഖ്യമാകുന്നു. പക്ഷെ ഇവൻ എന്നാ വിടുതലില്ലാത്തത്? ഞാൻ ഇത് തന്നെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ എന്നാ സംഭവിച്ചത്? ഉടനെ ദൈവം പറഞ്ഞൊരു വാക്കെന്നറിയാമോ? യു ആർ ഡൂയിങ് മൈ ഗിഫ്റ്റ്. എൻ്റെ ഗിഫ്റ്റാണ് നീ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് നീ എവിടെ ചെന്നാലും കിട്ടും. എന്നാൽ നിനക്കിത് വേണമെങ്കിൽ യു ആക്ട് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്. നിന്റെ ജീവിതത്തിൽ ഇത് ആക്ട് ആക്കാൻ പറഞ്ഞു. അന്നാണ് എനിക്ക് മനസ്സിലായത്, ഭൂതത്തെ ഞാൻ പുറത്താക്കിയാൽ എൻ്റെ പ്രശ്നത്തിന് വിടുതലാകത്തില്ല. രോഗികളെ ഞാൻ സൗഖ്യമാക്കിയാൽ എൻ്റെ പ്രശ്നത്തിന് വിടുതലാകത്തില്ല. ഐ വിൽ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ആക്ട് അപ്പോൺ ഇറ്റ്. ഞാൻ അതിൻ്റെ മേൽ പ്രവർത്തിക്കണം. എത്ര പേർക്കത് മനസ്സിലായവർ ദൈവത്തെ സ്തുതിച്ചാട്ട്. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാ, ഒരു പാസ്റ്റർ കൈവച്ചാൽ താൽക്കാലിക വിടുതല. എന്നാൽ if you are ready to act the word of God, ഉടനെ തന്നെ നിനക്ക് അതിന് വിജയമെടുക്കാൻ കഴിയും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഒത്തിരി പ്രശ്നക്കാർ വിടിയിൽപ്പെട്ട പ്രശ്നം കൂടിക്കൊണ്ടിരിക്കുക. അന്ന് മുതൽ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എങ്ങനെ വേർഡ് ഓഫ് ഗോഡ് ആക്ട് ആക്കുന്നത്? ദൈവം പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യം പറഞ്ഞു, യു ഫൗണ്ട് ദ വേർഡ് ഓഫ് ഗോഡ്. നീ നിനക്ക് ഓരോന്ന് കണ്ടെത്തണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്നിങ്ങനെ വേർഡ് ഓഫ് ഗോഡ് പ്രയോജനപ്പെടുന്നത്. ഇതെന്തിനാ കണ്ടെത്തുന്നതെന്നറിയാമോ? ഈ പിശാചിനോട് യേശുക്രിസ്തു ഒരു വാക്യം പറഞ്ഞു, മനുഷ്യനപ്പം കൊണ്ട് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന അല്ല, വായിൽ നിന്ന് വരുന്ന ആരാ പറഞ്ഞേ? സ്വത്രം. അതങ്ങ് പോയി, നമ്മളങ്ങ് പലതും പോയി. ഈ സകല എന്നുള്ളത് എഴുതിക്കണം, അതാ പ്രധാനം. സകല വചനം, എവരി വേർഡ്. എന്താ എവരി വേർഡെന്ന് പറയാമോ? പറഞ്ഞുതരാം. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ മുതൽ, സ്തോത്രം, യു ആർ സെയിങ്,
You are, amen, born in your mother's womb. Amen, from that day to the last day of your life. നിന്റെ ജീവിതത്തിൻ്റെ അവസാന സമയം വരെ നിനക്ക് എന്തൊക്കെ വേണമോ ഇവിടെ ജീവിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അത് പ്രോസ്പർ ആകണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു വേടക്കൊടാറ്റാകണം. സ്തോത്രം, ഹല്ലേലൂയ. വേടക്കൊടായില്ല എങ്കിൽ the power of evil will act. പറഞ്ഞു മനസ്സിലായോ? അങ്ങനെങ്കിൽ ചെറുതാണേലും രാവിലെ ഭക്ഷണം കഴിച്ചേച്ച് അത് നല്ലപോലെ ഡൈജസ്റ്റ് ആകണമെങ്കിൽ അത് വേടക്കോടാകണം. അതുകൊണ്ടാണ് പ്രാർത്ഥിച്ചേച്ച് കഴിക്കാൻ പറയുന്നത്. നമ്മളൊക്കെ ഓടിച്ചൊരു പ്രാർത്ഥനയാണ്, കർത്താവേ ഞാനിത് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തന്നെ ആവശ്യമാണ്. റീസറോ ഉണ്ടോ മക്കളെ? KFC ഒക്കെ കിട്ടുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടാണോ കഴിക്കുന്നത്? ഇല്ലെങ്കിൽ അധികം നാൾ കഴിക്കേണ്ടി വരത്തില്ല, അതേ ഉള്ളൂ കുഴപ്പം. റീസറോ സാധാരണ പ്രാർത്ഥനയല്ല എല്ലാ കാര്യവും. യു ബിലീവ് the word of God is sanctifying everything. Praise the Lord. അത് വിശ്വസിക്കണം. ഇന്ന് എല്ലാത്തിനകത്ത് വിഷമാന്നേ. ഇവിടുത്തെ കാര്യം എനിക്ക് അറിയത്തില്ല, കേരളത്തിൽ മുഴുവൻ വിഷമാണ്. TV ക്കകത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഉത്തരക്കാരൻ പറയുന്ന സമയമില്ലാത്ത ഓടിച്ചു പോവുക. പ്രൈസ് ദി ലോർഡ്. എല്ലാം വിഷമാണ്. പ്രൈസ് ദി ലോർഡ്. അരി മേടിച്ച് കഴിക്കരുത്, അതിനകത്ത് മുഴുവൻ വിഷമാണ്. പച്ചക്കറി തമിഴ്നാട്ടിൽ നിന്ന് മുഴുവൻ വിഷമാണ്. എവറി വെജിറ്റബിൾസ് ഹാസ് ഇൻ പോയിസൺ. അവൻ വിഷമാണ്. ചിക്കൻ മേടിക്കരുത്, ചിക്കൻ കുനിയായ. പ്രൈസ് ദി ലോർഡ്. ബീഫ് മേടിക്കരുത്, പ്രശ്നമാ. പ്രൈസ് ദി ലോർഡ്. മീൻ മേടിക്കരുത്, ഫിഷിനകത്ത് മുഴുവനും വിഷമാ. പ്രൈസ് ദി ലോർഡ്. പിന്നെ എന്തുവാടാ കഴിക്കുന്നേ? പ്രൈസ് ദി ലോർഡ്. അതിനാ ദൈവമക്കൾക്ക് തന്നിരിക്കുന്ന വേടക്കോട്. ഹല്ലേലൂയ. ആ വേടക്കോട് എന്നാന്നറിയാവുന്നൊരു വല്ലതും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിൻ്റെ പേരും വിഷം കയറുമ്പോൾ പ്രൈസ് ദി ലോർഡ് ഏത് വേടക്കോട അയക്കേണ്ടെന്ന് അറിയാവുന്നവരുണ്ടോ ഇവിടെ പെന്തിക്കോസുകാർ? ഉണ്ടെങ്കിലൊന്ന് കൈവക്കിക്കേ. ഇല്ല. പ്രൈസ് ദി ലോർഡ്. അതിനാ വേടക്കൊടുത്തിരിക്കുന്നത് മരണകരമായ യാതൊന്ന് കുടിച്ചാലും നിനക്ക് പരാമറടിച്ചാൽ ചാകത്തില്ലെന്ന് അടിച്ചു നോക്ക്. പിറ്റേ ദിവസം പെട്ടിക്കകത്ത് കയറും. പിറ്റേ ദിവസം വരെ പോകണ്ടല്ലേ, അന്നേരം കയറും. ആ പരാമറടിച്ചാൽ ചാകത്തില്ലെന്നല്ല, നിനക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയാത്ത വിഷം ദേശത്തിൻ്റെ മേൽ വരുമ്പോൾ യു ബിലീവ് the word of God will be sanctify everything. Amen. How much you can believe it. നിൻ്റെ ഫെയ്ത്ത് എത്രയും വളരുമോ അതേ പെന്തിക്കോസുകാരനായതുകൊണ്ട് ആക്റ്റാകത്തില്ല കേട്ടോ. കൈയടിച്ചുകൊണ്ട് ആക്റ്റാകത്തില്ല. നീ പറയണം, I'm a child of God. Amen. I know what the word of God for me. എനിക്ക് ഈ word of God എന്തിനാണെന്നറിയാം. I believe it. It will be sanctified in my every food. അതുകൊണ്ട് ഞാൻ ഒത്തിരി പറയണമെന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ എടുത്ത വിഷയമേ അങ്ങ് മാറിപ്പോയി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒത്തിരി പ്രോബ്ലം ഒരു മനുഷ്യൻ എന്ത് കഴിച്ചാലും ഗ്യാസ് പ്രോബ്ലമായിരുന്നു. ഡൈജീനും കൊണ്ടേ നടക്കത്തുള്ളൂ. കഴിച്ചാൽ വയറ്റ് പ്രോബ്ലമാണ്, എന്നും പ്രോബ്ലമാണ്. ഉച്ചയ്ക്ക് കഴിക്കും, രാവിലെ കഴിക്കും, ഡൈജീൻ എല്ലാം കഴിക്കും, രോഗം മാറുന്നില്ല, പ്രശ്നമാണ്. ഭക്ഷണം കഴിച്ചാൽ കഴിക്കണം, എന്നും പ്രശ്നമാണ്. ഇങ്ങനെ കഴിക്കും തോറും രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ചൊക്കെ കഴിക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പ്രസംഗിച്ച വചനം തന്നെയാണ്. ബുക്ക് ഓഫ് തിമോത്തിയിലാന്ന് തോന്നുന്നു. ഹല്ലേലൂയ. വാക്യത്തുള്ളത് വന്നാട്ട്. ഹല്ലേലൂയ. അതിൻ്റെ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4. അതിൻ്റെ എൻ്റെ അനുഭവത്തിൽ കൂടെ പറഞ്ഞ് ഇറങ്ങിയിരിക്കുക ഈ സഭയിലുള്ള നമുക്ക് മുമ്പിൽ. ഹല്ലേലൂയ. ഇതൊക്കെ അവരൊത്തിരി സമയം എടുക്കേണ്ട വിഷയം നിങ്ങൾക്കൊരു അറിവിന് വേണ്ടി തന്നതാ. ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ 4 വേഴ്സ് 1 to ഒന്ന് വായിച്ചായിട്ട് അതിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ 3, 4, 3, 5 വാക്യം, 3 മുതൽ 5 വരെ. ഫസ്റ്റ് തിമോത്തി. every creation are good. ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത് തന്നെ. എന്ത് ചെയ്യണം? സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർജിക്കേണ്ട കേട്ടോ പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ ആർക്കെങ്കിലും ഇന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാം എന്നൊക്കെ അലർജി രോഗങ്ങളൊക്കെയാണ്. ഇത് തിന്നാൻ പറ്റത്തില്ല, അത് തിന്നാൻ കുടിക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഓർത്തോ, സ്തോത്രത്തോടെ അനുഭവിക്കാൻ ദൈവം തന്നതാ. സ്തോത്രം പറയാം. എത്ര പേർക്ക് കഴിവുണ്ട്? ഹല്ലേലൂയ. സേ ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറഞ്ഞേ. നിങ്ങളൊന്ന് കേൾക്കുന്ന വചനം അകത്തോട്ട് വചനം പഠിക്കുന്ന നല്ലതാ. പ്രൈസ് ദി ലോർഡ്. അടുത്ത് പറഞ്ഞാട്ട് ദൈവവചനത്താലും ശ്രദ്ധിച്ചേ പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കുന്നു. നമുക്ക് ഒന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുവാ? കിട്ടുന്നുണ്ടേ പെട്ടെന്നൊന്ന് പ്രാർത്ഥിക്കും, കർത്താവേ തന്ന ആഹാരത്തിനായി സ്തോത്രം. പക്ഷെ അതിൻ്റെ പിറയിൽ വേറൊരു കാര്യം കൂടെ കിടപ്പുണ്ട്, അത് മറന്നുപോയി. സത്യത്തെ സാന്റിഫൈ ചെയ്യുന്നതാ.
ദൈവവചനം വേർഡ് ഓഫ് ഗോഡ് വിൽ സാങ്ക്ടിഫൈ. ആമേൻ. എന്നത് നീ കഴിക്കുന്ന സാധനം. പ്രൈസ് ദി ലോർഡ്. എന്നോടുണ്ടോ എല്ലാവരും? നീ കഴിക്കുന്ന അപ്പം എങ്ങനെ വിശ്വസിക്കണം? ദൈവവചനം സാങ്ക്ടിഫൈ ചെയ്താൽ എത്രത്തോളം സാങ്ക്ടിഫൈ ചെയ്യും? എത്ര ചെയ്യും? പകുതി വിട്ടടിച്ച് പതിയുമോ? ഇല്ല. ഹൗ മച്ച് യു ബിലീവ് ഇറ്റ് വിൽ ഹാപ്പൻ. നീ എത്രത്തോളം ഇത് വിശ്വസിച്ചുകൊണ്ട് ആമൻ ഇതിനെ പ്രാമൻ വചനത്താൽ ശുദ്ധീകരിക്കുമോ, എന്നിട്ട് കഴിച്ചേച്ച് നോക്കിക്കോ, ഒരു പ്രശ്നവും അതിന് മേൽ വരുന്നില്ല. വിശ്വസിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് അനുഭവത്തിൽ ഒത്തിരി ആമൻ പറയാനുള്ള കാര്യമാണ്. അവൻ ഒരു സാക്ഷിയുടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാം. കഴിഞ്ഞ 18-ന് ഞാൻ ഈ വചനമൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് യു കെ വന്ന സമയത്ത് ഞാനൊരു വീട്ടിൽ ഇങ്ങനെ മീറ്റിങ്ങിന് കടന്നു പോയി. അവിടെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചു കഴിഞ്ഞേച്ച് പെട്ടെന്നൊരല്പം കഴിഞ്ഞ ഉടനെ എൻ്റെ വയറ്റിനകത്ത് ഒരു പട പൊട്ടലും ചീറ്റലൊക്കെ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരു ആകെപ്പാടൊരു കുഴപ്പം. അന്നേരം ഞാൻ പറഞ്ഞു, ലോർഡ് യു നോ ആമേൻ യുവർ വേർഡ് ഈസ് സാങ്ക്ടിഫൈ എവറിതിങ്. പ്രൈസ് ദി ലോർഡ്. ഞാനതിന് കൈവച്ച് സാങ്ക്ടിഫൈ വെച്ച് ഞാൻ പാഴ്സനേജ് ചെന്ന് രാത്രി കയറി കിടന്നു. സുഖമായിട്ട് ഉറങ്ങി രാവിലെ ഇവിടുത്തെ പാഷ ആമേൻ ഈ യുക്കെയിലോട്ടൊരു പാഷ ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കി ചെയ്തു. എന്നോട് ചോദിച്ചു, പാഷേ ആമേൻ എന്താ പാഷ ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങിയോ? ഞാൻ പറഞ്ഞു, യെസ് ഐ സ്ലെപ്റ്റ് വെരി വെൽ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പാഷയ്ക്ക് എന്തെങ്കിലും വൈറ്റ് പ്രോബ്ലം ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞു, തുടങ്ങിയ ഉടനെ വന്ന് കിടന്നപ്പോൾ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പാഷേ ഇന്നലത്തെ പാമൻ ആഹാരത്തിൽ ഫുഡ് പോയിസൺ ആയിരുന്നു. എല്ലാ വിശ്വാസികളും രാത്രിയിൽ ഉറങ്ങിയിട്ടില്ല. ഭാര്യ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭർത്താവ് ചാടി കയറുക. ഇവിടെ ആകപ്പാടെ 1-1.5 മുറി ടോയ്ലറ്റല്ലേ ഉള്ളൂ. നാട്ടിലെപ്പോൾ ഓടാനൊക്കുമോ? ഇവിടെ കയറുക. ഞാനും എൻ്റെ ഭാര്യ ഇന്നലെ ഉറങ്ങിയിട്ടില്ലെന്ന് അന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ സാന്റിഫിക്കേഷൻ എത്ര പവർഫുള്ളാണെന്ന്. അല്ലേറിയ അവരും പാസ്റ്റർ അവരൊക്കെ ചെയ്തതാ. എന്നോട് പറയുക, രാത്രി വിശ്വാസം വിളിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്ററേ അവരെല്ലാം പോയിസനാ. ഞാനൊരു കാര്യം പറയട്ടെ, മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാനി വരത്തില്ലെന്ന് ഞാൻ എപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയോ അന്നു മുതൽ ഇന്നു വരെ നാളത്തെ എനിക്കറിയത്തില്ല. എൻ്റെ വിശ്വാസം എന്താണെന്നാൽ ഞാനും അറ്റാക്കാകൂ. എന്നാൽ if you believe it and practice it and act the word of God will be powerful in your life. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ശക്തമായതാ. ഒത്തിരി കാര്യം പറയാനുണ്ട്. എൻ്റെ മോള് കെസ് എവിടെ ഇരിപ്പുണ്ടല്ലോ, ചോദിച്ചു നോക്കിയേ. ഒറ്റ ദിവസം പോലും ഞാൻ പറഞ്ഞു ട്യൂഷൻ കൊടുത്തിട്ടില്ല. ചോദിച്ചു നോക്കിയേ, ട്യൂഷൻ കൊടുത്തിട്ടില്ല. ധൈര്യമായിട്ടാണ് പറയുന്നത്. എന്നാ ട്യൂഷൻ കൊടുക്കാഞ്ഞെന്നറിയാമോ? ഞാൻ പറഞ്ഞു, യാക്കോബിൻ്റെ ലേഖനത്തിലൊരു വാക്യം കിടപ്പുണ്ട്, നിങ്ങളിൽ ഒരുവന് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഫൽസിക്കാതെ തരുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അവനത് ധാരാളമായിട്ട് തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചോദിച്ചു, നിനക്ക് എത്ര നേരം ട്യൂഷൻ വേണോ? അരമണിക്കൂറാണോ? ഗോ ആൻഡ് പ്രേ ഹാഫ് ആൻ അവർ. 1 മണിക്കൂറാണോ ട്യൂഷൻ? ഗോ ആൻഡ് പ്രേ ഹാഫ് ആൻ അവർ ആൻഡ് സേ ദ വേർഡ് ഓഫ് ഗോഡ് റൈറ്റ് ഡേ ആൻഡ് ഡേ. ധൈര്യത്തോടെ പറയാ, അന്നു മുതൽ ഇന്നു വരെ എല്ലായിടത്തും നല്ല വിജയം ദൈവം കൊടുത്തു. വിശ്വസിക്കാൻ കഴിയുന്ന എത്ര പേരുണ്ട്? Teach your student, teach your children to act the word of God in your life. You will be prosper in everywhere. എത്ര പേർ ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ ഒന്ന് കരമുയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചേ. ഈ കാലഘട്ടത്തിൽ ഇതാണ് വേണ്ടത്. ഞായറാഴ്ച കൈയടിച്ചു പോകാനല്ല, ഒരു ചെറിയ കാര്യത്തിന് പോലും. ഞാൻ എൻ്റെ ചെറിയ കാര്യമൊക്കെ പറയുമ്പോൾ ഇപ്പം ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ചിരിച്ചു പോകും കേട്ടോ. ചിരിച്ചു പോകും. കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നപ്പോൾ ചെറിയൊരു സിമ്പിളായിട്ട് പറയാം. ഒത്തിരി എനിക്ക് എക്സാമ്പിൾ പറയാനുണ്ട്. നിങ്ങൾക്ക് സമയമൊന്നുമില്ലല്ലോ. ഇത് എക്സാമ്പിൾ പറയുമ്പോഴാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കലായി ചെയ്യാൻ പറ്റുന്നത്. കുഞ്ഞുങ്ങളെ ആക്ട് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ യുവർ ലൈഫ്. ഞാൻ പറഞ്ഞത് എവറി വേർഡ്. അപ്പം കൊണ്ട് മാത്രമല്ല, നിന്റെ വായിൽ നിന്ന് വരുന്ന സകലം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ വേണമോ, ചെറുതാകട്ടെ വലുതാകട്ടെ, അത് പ്രശ്നമില്ലാതെ പ്രോസ്പറായി നിൽക്കണമെങ്കിൽ യു ആക്ട് ദ വേർഡ് ഓഫ് ഗോഡ് ബിഹൈൻഡ് ഇറ്റ്. ആ വചനം കണ്ടെത്തണം. എവരി വേർഡ്. എല്ലാത്തിനും ഒരു വചനമല്ല കേട്ടോ. എവരി വേർഡ്. ഭക്ഷണത്തിലുള്ള വചനമല്ല, ആരോഗ്യത്തിലുള്ള വചനം ആരോഗ്യത്തിലുള്ള വചനമല്ല, ആത്മാവിലുള്ള വചനമല്ല, ജോലിക്കുള്ള വചനമല്ല. അതൊന്നൊന്നായിട്ട് ഇവിടെ കിടപ്പുണ്ട്. നിനക്ക് എന്തൊക്കെ
എന്തൊക്കെയുണ്ടോ ഫൗണ്ട് കണ്ടെത്തണമെന്ന യൗവനക്കാരെ ഞാൻ പറയട്ടെ, ഞായറാഴ്ച വന്ന് കൈയടിച്ച് വെച്ച് പോകരുത് കേട്ടോ. ഒത്തിരി പ്രശ്നം നിറഞ്ഞ ലോകത്തിന്റെ നടുവ് നിൽക്കുക. നമ്മുടെ മുമ്പിൽ ശത്രു വലിയ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിന്റെ നടുവിൽ ജയമെടുക്കുവാൻ the word of God is powerful. എത്ര പേര് ഇവിടെ ഉണ്ട്? Are you here? ഞാൻ ഈ ദിവസങ്ങളിൽ ചില യൗവനക്കാരോടൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ ഇടത്തൊക്കെ ചെന്ന് ഷെയർ ചെയ്യുമ്പോൾ, ഇന്ന് ഞായറാഴ്ച വന്ന് കൈയടിച്ച് വെച്ച് ഒരു അന്യഭാഷ പറഞ്ഞു പോകുക. പക്ഷെ അവരോട് ഷെയർ ചെയ്യപ്പോൾ മനസ്സിലായി അവരുടെ രക്ഷ പോലും റൈറ്റ് അല്ല, അവരുടെ അഭിഷേകം റൈറ്റ് അല്ല, അവരുടെ അന്യഭാഷ റൈറ്റ് അല്ല. പിശാച് നമ്മളെ ഒതുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നാൽ ഒരു കാര്യം പറയാ, മരണകരമായ യാതൊന്നു കുടിച്ചാലും ഹാനി വരത്തില്ലെന്ന് വചനം എഴുതിയിരിക്കുന്നെങ്കിൽ അത് വിശ്വസിച്ചുകൊണ്ട് പറ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അതിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. കരമീട്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? പക്ഷെ വേദപുസ്തകത്തിനകത്തുനിന്ന് എനിക്ക് തെളിവ് തരും. അങ്ങനെ തെളിവ് തരാതെ ഞാനൊന്നും ദൈവത്തോടൊന്നും പറയത്തില്ല. ഇവിടെ തെളിവ് നിങ്ങൾക്കറിയാമല്ലോ. എലീസയുടെ പായസക്കലത്തിനകത്ത് കഴിച്ചപ്പോൾ എന്തോ പറ്റി? ഒന്ന് പറയുന്നേ. പായസക്കലത്തിനകത്ത് എന്തായിരുന്നു? ഡെത്ത് അല്ലേ? പായസക്കലം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പായസം എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അറിയാം. പിന്നെ പായസം കുടിക്കുന്നില്ലേ? മരണം. ഈ പായസക്കലത്തിനകത്തും മരണമാണെന്ന് എങ്ങനെ അറിഞ്ഞേ? എങ്ങനെ മോളെ അറിഞ്ഞേ? എങ്ങനെ മോനെ പായസക്കലത്തിനകത്ത് മരണമാണെന്ന് അറിഞ്ഞേ? വെന്തേ അവർ തിന്നപ്പോൾ ശരീരത്തെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? മറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ പോയ്സണുണ്ട്. അവരലറി. എലീശ വന്ന് അതിനെന്ത് ചെയ്തു? ശുദ്ധീകരിച്ചു. ഹല്ലേലൂയ. ശുദ്ധീകരിച്ചിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ എന്ത് ചെയ്തു? കഴിച്ചോളാൻ പറഞ്ഞു. അവർ സുഖമായിട്ട് ആ പായസം കഴിച്ചു. വല്ലതും പറ്റിയോ? ഇല്ല. അപ്പം എൻ്റെ അടുത്ത ചോദ്യം, പായസക്കലത്തിനകത്തോട്ട് ഇതിട്ടല്ലേ ശുദ്ധീകരിച്ചുള്ളൂ? ഈ മനുഷ്യൻ്റെ അകത്ത് കയറി പോയി എങ്ങനെ പോയേ? തിന്നല്ലോ, പായസക്കലത്തിലല്ലേ ശുദ്ധീകരിച്ചുള്ളൂ. ഈ അകത്തു പോയത് എങ്ങനെയാ പോയത്? ഈ പ്രാർത്ഥിച്ചത് വീണ്ടും അവൻ കഴിച്ചപ്പോൾ അകത്ത് ശുദ്ധീകരണം നടന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിൻ്റെ എക്സാമ്പിൾ ആ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. നിന്റെ അകത്ത് പോയിസം കയറിയാലോ നീ വേർഡ് ഓഫ് ഗോഡിനെ വിശ്വാസത്തിൽ ആക്ടിവേറ്റ് ചെയ്യാമെങ്കിൽ ആമേൻ, വേർഡ് ഓഫ് ഗോഡ് വിൽ സാങ്ക്ടിഫൈ എവറിത്തിങ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ദിവസങ്ങളിൽ ദൈവവചനം എന്നെ ശുദ്ധീകരിക്കുന്നു വിശ്വസിക്കുന്നവർ അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ ആരംഭം മാത്രം ഒരു വാക്യം പറഞ്ഞേ ഉള്ളൂ. ഒരു വലിയ വിഷയം ഞാൻ എടുത്തതാണ്. കാരണം ഞാൻ എൻ്റെ യൗവന കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞ. കുഞ്ഞുങ്ങളെ, ആമേൻ, you take the word of God. സമ്മാനം കിട്ടാനല്ല, serve the word of God. Word of God is powerful. Word of God can help you each and every corner of your life. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നതിനെ ആമേൻ വിടുവിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ആമേൻ അല്പസമയം സ്തുതിക്കാൻ കഴിയുന്ന കുഞ്ഞുങ്ങൾ ആത്മാവിലൊന്ന് സ്തുതിച്ചുകൊണ്ട് പറയല്ലോ, I am ready to receive the word of God. I believe word of God is sanctified. ആമേൻ. നിന്റെ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നം, നിന്റെ ശാരീരിക പ്രശ്നം, നിന്റെ ബുദ്ധിയുടെ പ്രശ്നം, നിന്റെ ആരോഗ്യത്തിൻ്റെ പ്രശ്നം, ആമേൻ, ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആരാധിച്ചോണ്ട് പറ, I can use the word of God. Act the word of God in your life. അതിനെ ആക്ട് ചെയ്യാത്തോടത്തോളം കാലം ആമേൻ നിനക്ക് ജയമെടുക്കാൻ പറ്റത്തില്ല. ഒത്തിരി കാര്യങ്ങൾ എക്സാമ്പിൾ പറഞ്ഞതിനകത്ത് പറയാൻ സമയമുണ്ട്. അതൊക്കെ മണിക്കൂർ എടുക്കേണ്ടതാണ്, പഠിപ്പിക്കേണ്ട ടീച്ചിങ് 3-4 ദിവസം കൊണ്ട്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ആക്ട് ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ, ഇത് വിശ്വാസത്തെ കൊണ്ടുവന്നില്ലെങ്കിൽ, ആമൻ അന്യഭാഷ പറഞ്ഞതുകൊണ്ടോ, ആമൻ കൈയടിച്ചതുകൊണ്ടോ, ഞായറാഴ്ച വന്ന് ഭക്തരായി നിന്നതുകൊണ്ടോ, ഇവിടെ സ്റ്റേജിൽ കയറി പ്രൈസ് ആൻഡ് വർഷിപ്പ് ലീഡ് നടത്തിയതുകൊണ്ടോ ശത്രു നിന്നെ അറ്റാക്ക് ചെയ്യാതിരിക്കത്തില്ല. ഇന്ന് പെന്തിക്കോസിൻ്റെ കുടുംബങ്ങളിൽ അത് കേരളത്തിൽ വന്നറിയാം, കരച്ചിലിൻ്റെയും വിലാപത്തിൻ്റെയും ഭവനങ്ങളായി മാറുകയാണ്. ഒന്നുകിൽ വേർപാടിൻ്റേത്, അല്ലെങ്കിൽ ഡൈവോഴ്സിൻ്റേത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ മാനസികത്തിൻ്റേത്, അല്ലെങ്കിൽ പ്രതിസന്ധിയുടെ നടുവില. ഇത് കണ്ടുകൊണ്ടായിരിക്കും ഈ കുഞ്ഞുങ്ങളിലേക്ക് തിരിയാനിടയായത്.
ഉണ്ടായത്. അതുകൊണ്ട് യൗവന കുഞ്ഞുങ്ങളെ ഞാൻ പറയാം, ഞാൻ ധൈര്യത്തോടെ പറയാം, ഞാനിത് തിന്നേച്ചാ നിങ്ങളോട് പറയുന്നത്, ഞാനിത് അനുഭവിച്ചത് ചെറിയ കാര്യം പോലും ഇഫ് യു ബിലീവ് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഇഫ് യു ആക്ട് ദ വേർഡ് ഓഫ് ഗോഡ് ഇറ്റ് വിൽ ബി ഇൻ യുവർ ലൈഫ്. ഒരു പാസ്റ്റർ നിങ്ങളെ വരത്തില്ല, ഒരുവരും വരത്തില്ല. എന്നാൽ വചനം നിനക്ക് സമീപമായി, വചനം നിനക്ക് സമീപമായി. ഒന്ന് പറഞ്ഞാട്ട്, വചനം എനിക്ക് സമീപമാണെന്നൊന്ന് പറഞ്ഞാട്ട്, വചനം എനിക്ക് സമീപമാണെന്ന് പറഞ്ഞാട്ട്. Yes, every word of God is in my എൻ്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞാട്ട് അല്പസമയം ഒന്ന് ആരാധിച്ച്, അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞ് നാവുകളൊന്ന് ചലിപ്പിച്ച്, എല്ലാവരും നാവുകളൊന്ന് ചലിപ്പിച്ചിട്ട് പറ, ദൈവമേ, I believe the word of God is powerful. I believe the word of God is powerful. Amen, amen. I believe the word of God is powerful. ഈ ഹല്ലേലൂയ വചനം എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. ആമേൻ. കുഞ്ഞുങ്ങളൊന്ന് പറഞ്ഞാട്ട്, കുഞ്ഞുങ്ങളെ, ആമേൻ, ശത്രു നിങ്ങളുടെ കുടുംബത്തെ തകർക്കരുത്, നിന്റെ ഭാവിയെ തകർക്കരുത്, ആമേൻ, നിന്നെ ഇല്ലാതാക്കരുത്, നിന്റെ ആരോഗ്യത്തെ തകർക്കരുത്. അല്പസമയം എല്ലാവരും ദൈവത്തെ ഒന്ന് സ്തുതിച്ച് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാ. ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. വചനം വരുമ്പോൾ മാത്രമേ ഒരു ക്രിയേഷൻ നടക്കത്തുള്ളൂ. വചനം വരുമ്പോൾ മാത്രമേ അഭിഷേകത്തിന് ശക്തി വെളിപ്പെടത്തുള്ളൂ. വചനത്തിന് ശക്തി ഇന്ന് മകൾ ഈ സഭയിൽ വെളിപ്പെടട്ടെ. ഉരധന ഘടകനാടകന്ധരാജ അരധന ഘടകന ഘടകരാജന. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ച്, എല്ലാവരും ആത്മാവിലൊന്ന് സ്തുതിച്ച് ദൈവത്തോട് പറഞ്ഞാട്ട്, ദൈവമേ, ഐ ആം റെഡി ടു റിസീവ് ദ വേർഡ് ഓഫ് ഗോഡ്. ഈ ദിവസങ്ങളിൽ എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.